ഹായ് ഫ്രണ്ട്സ്, സ്റ്റിയാൻ ഇൻറ്റീരിയേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. രക്തചന്ദനം ലോകത്തിൽ ഏറ്റവും വില കൂടിയ തടിയാണ് രക്തചന്ദനം. ഇത് ചർമ്മത്തിന് ഇറുക്കം നൽകുന്ന ഒരു ഔഷധമായി ഉപയോഗിക്കുന്നുണ്ട്. രക്തചന്ദനം തേനിൽ ചാലിച്ച് മുഖത്ത് പുരട്ടിയാൽ മുഖകാന്തി കൂട്ടുവാനും പ്രായം കുറയ്ക്കുവാനും സഹായിക്കും. മറ്റൊരു ഗുണം സൂര്യാഘാതവും മന്ദതയും ഇല്ലാതാക്കാൻ രക്തചന്ദനം സഹായിക്കുന്നു. അതുമാത്രമല്ല, മുഖത്തെ ചർമ്മം അയഞ്ഞു തൂങ്ങാതിരിക്കാൻ രക്തചന്ദനം ഉപയോഗിക്കുന്നു. അടുത്തത് ചന്ദനം. ചന്ദന എണ്ണയുടെയും ചന്ദനപ്പൊടിയുടെയും സ്വാഭാവിക ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ഓക്സിഡൻ്റ് ചർമ്മത്തെ തണുപ്പിക്കാനും ചർമ്മത്തെ മൃദുവാക്കുവാനും ചർമ്മത്തെ ശമിപ്പിക്കുവാനും സഹായിക്കുന്നു. ചന്ദനം ചുവപ്പ്, സൂര്യാഘാതം, വരൾച്ച, എക്സിമ എന്നിവയെ പ്രതിരോധിക്കുവാനും തടയുവാനും വളരെയധികം സഹായിക്കുന്നു. ഇന്ത്യൻ ചന്ദനമരം താരതമ്യത്തിന് അപ്പുറമാണ്. 1992 രാജകീയ വൃക്ഷമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട മരമാണ് ചന്ദനമരം. ആയിരക്കണക്കിന് വർഷങ്ങളായി രാജാക്കന്മാരും പുരാതന സംസ്കാരങ്ങളും ആത്മീയതയും ചന്ദനമരത്തെ ആരാധിച്ചിരുന്നു. അടുത്തത് ഈട്ടി. ഇന്ത്യ, പാകിസ്ഥാൻ, നേപ്പാൾ തുടങ്ങിയ ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളിൽ കണ്ടുവരുന്ന ഉയരം കൂടിയതും ഉറപ്പുള്ള തടിയോടും കൂടിയ ഒരു മരമാണ് ഈട്ടി അഥവാ വീട്ടി. ഈട്ടിയുടെ ജന്മദേശം സാധാരണയായി ഏഷ്യയാണ്. സാധാരണയായി 900 മീറ്ററിന് മുകളിൽ 10 മുതൽ 40 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെ താപനിലയുള്ള നദീതീരങ്ങളിലാണ് ഈട്ടി വളരുന്നത്. കേരളത്തിൽ പശ്ചിമ ഘട്ടത്തിലാണ് ഈട്ടി ധാരാളമായി കണ്ടുവരുന്നത്. വരണ്ട പ്രദേശങ്ങളിൽ ഈട്ടി ഇല പൊഴിക്കാറുണ്ട്. ഗൃഹോപകരണങ്ങൾ ഉണ്ടാക്കാനാണ് ഈട്ടി കൂടുതലായി ഉപയോഗിക്കുന്നത്. ചിങ്ങം, കന്നി എന്നീ മാസങ്ങളിൽ, അതായത് ആഗസ്റ്റ്, സെപ്റ്റംബർ എന്നീ മാസങ്ങളിൽ ആണ് ഈട്ടിയിൽ പരാഗണം നടക്കുന്നത്. നാലാമത്തെ മരമാണ് തേക്ക് മരം. തേക്ക് മരം ബ്രോങ്കൈറ്റിസ്, മൂത്രാശയ സംബന്ധമായ തകരാറുകൾ എന്നിവയുടെ ചികിത്സയ്ക്കായി ഉപയോഗിക്കാറുണ്ട്. പതിറ്റാണ്ടുകളായി തേക്ക് മരം ഡോറുകൾക്കും ഫർണിച്ചറുകൾക്കും ഉപയോഗിച്ചു വരുന്നു. കാലാവസ്ഥയെ പ്രതിരോധിക്കുന്ന മരമാണ് തേക്ക്. തേക്ക് മരത്തിനെക്കുറിച്ച് ഇനിയും ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ എൻ്റെ ഈ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ കഴിയുമെങ്കിലൊന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ തുടർന്നും നിങ്ങളുടെ മുന്നിലേക്ക് എത്താനായി ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, ഒന്നുകൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും തടി സംബന്ധമായ ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എനിക്ക് പറയാനായിട്ടുണ്ട്. കേരളത്തിലെ തടികളെക്കുറിച്ചും എല്ലാം ഇൻറ്റീരിയൽ സംബന്ധമായ കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ഈ ചാനലിലൂടെ കൂടുതലായി പറയാൻ ശ്രമിക്കുന്നത്. ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും ഇപ്പോൾ തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
ഇൻറ്റീരിയൽ സംബന്ധമായ നിങ്ങളുടെ തെറ്റിദ്ധാരണകളും നിങ്ങളുടെ സംശയങ്ങളും ദൂരീകരിക്കുന്നതിനും നിങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിനുമാണ് എൻ്റെ ഈ ചാനൽ ഞാൻ ഏറ്റവും കൂടുതലായി പ്രൊമോട്ട് ചെയ്യുന്നത്. നിങ്ങൾ പറ്റിക്കപ്പെടാതിരിക്കാനും നിങ്ങൾ ആരുടെയും ചതിക്കുഴിയിൽ പെടാതിരിക്കാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇതിൽ പറയുന്ന കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാനും ഇൻറ്റീരിയൽ വർക്കിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനും ശ്രമിക്കുക. നമ്മുടെ വീട്ടിൽ നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളുടെ വീട്ടിലെങ്കിലും ചെയ്യുമ്പോൾ അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ പറഞ്ഞു കൊടുക്കാനും എല്ലാം ഈ ചാനലിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു.